ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വന്നിട്ടുള്ള സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന റെയിൻബോ ട്രീ ആണ്. അത് കോട്ടൺ വെച്ചിട്ടാണേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോട്ടന് 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് കോൺ ഷേപ്പിലൊന്ന് നമ്മൾ ആദ്യം തന്നെ കോട്ടൺ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യണം. ഓവർ വാട്ടറിൽ ഡിപ്പ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെയാണ് ആകെ പെയിൻ്റൊക്കെ ഇളകിപ്പോകും. ശരിക്കും ഇതിന് വാട്ടർ കളറാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഫാബ്രിക് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഒരിതാണ്. ഇപ്പം നേരത്തെ കണ്ടില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് ഒന്ന് പൊട്ടിയിട്ടോ. അത് ക്യാൻഡിൽ ഒരുക്കിയിട്ടാണ്. കൈമക്കൊന്നും ആയില്ല, ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് തന്നെ കോട്ടൺ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് അതൊന്ന് അപ്ലൈ ചെയ്യണേ. ഒരു ട്രീൻ്റെ രൂപത്തിൽ ഫസ്റ്റ് തന്നെ ഒരു കോൺ ഷേപ്പാണല്ലോ വരിക. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ബ്ലൂ ആണ്. ഞാനിപ്പോൾ ബ്ലൂവിൻ്റെ അടുത്ത് ഡാർക്ക് ബ്ലൂ ആയതുകൊണ്ട് ഞാൻ വൈറ്റിൽ കുറച്ച് ഇതാക്കിയിട്ട് സ്കൈ ബ്ലൂ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ കോട്ടൻ്റെ ഡോട്ട് പോലെ വന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. സിമ്പിളായിട്ട് വന്നാൽ ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാം. ഈ ട്രീൻ്റെ ഷേപ്പ് ഒന്ന് കിട്ടിയാൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, നല്ല രസത്തിൽ ചെയ്യാം. പക്ഷേ എൻ്റെ സൈഡിലൊക്കെ കണ്ടോ, അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയിൻ്റ് ആയതാണ്. ഈ ബെഡ്സ് ഞാൻ പറഞ്ഞില്ല, കോട്ടണിന് കൂടുതൽ വാട്ടർ ആയാലും ആകെ പെയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പോകും. അപ്പോൾ നിങ്ങൾ ഫാബ്രിക് പെയിൻറ്റ് എടുക്കാതെ ഇതാക്കാൻ നോക്കുക. നിങ്ങൾ വാട്ടർ കളർ എടുക്കാൻ നോക്കുക. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ വാട്ടർ കളർ പറഞ്ഞാൽ വാട്ടറിൽ ഡിപ്പ് ചെയ്യണതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ്. ആക്രിൽ കളർ പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് അത്രയ്ക്കൊരു പെർഫെക്ഷൻ വരുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പം ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ റെയിൻബോ ട്രീ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.